നമസ്കാരം. നമ്മളോടൊപ്പം ശ്രീ പി സി ജോർജ്. നമസ്കാരം. നമസ്കാരം. കൊണ്ടുവന്ന CD വലിയ വാർത്താ വിസ്ഫോടനമൊക്കെ സൃഷ്ടിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല എന്ന്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അദ്ദേഹത്തെ പറ്റി കുറ്റപ്പെടുത്താൻ പറ്റില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അത് തന്നെയാണ് പറഞ്ഞത്. അതെ. പക്ഷെ വേറെ വലിയ പ്രശ്നമുണ്ട് ചന്ദ്രശേഖരൻ. ഈ സൂര്യപ്രകാശത്തെ കാർമേഘത്തിന് കുറച്ച് നേരത്തേക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. പക്ഷെ കാർമേഘം മാറുമ്പോൾ ആ സൂര്യപ്രകാശം ജനങ്ങളിലെത്തും. ആരാണ് കാർമേഘം? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആണോ? അവർ മാറാൻ പോകുന്ന കാർമേഘങ്ങളാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതൊരു ഉദാഹരണമാണ്. അതുപോലെയാണ് നമ്മുടെ ലേസറിൻ്റെ രശ്മികൾ. അതിനെ തടഞ്ഞു നിർത്താൻ ഒരു 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 കാർട്ടൺ കൊണ്ട് പറ്റുമോ? ആ രശ്മി ഭൂമിയിലെത്തിയേ പറ്റൂ. പക്ഷേ ഇതിലൊരു പ്രശ്നമില്ലേ? ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നോ പൗരന്മാരുടെ പക്ഷത്തു നിന്നോ അല്ല, ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു സമുന്നതനായ നേതാവ്, ചീഫ് വിപ്പായിട്ടുള്ള ഒരാൾ ഒരു കാര്യം തെളിവാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നു. അത് ഒരർത്ഥത്തിൽ ഒരു തൊണ്ടിയാണ്. അത് ആര് പരിശോധിക്കണം എന്ന ഒരു പ്രശ്നമില്ലേ? അത് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയും അവരുടെ വ്യക്തിപരമായ നിരീക്ഷണത്തിന് വിധേയമാക്കി അതിൽ തെളിവില്ല, അതിൽ അന്വേഷിക്കേണ്ടതൊന്നുമില്ല എന്ന് നിഗമനത്തിലെത്തലാണോ അതിൻ്റെ ഒരു രീതി? പ്രശ്നം ഞാൻ പറയാം. എൻ്റെ ഒരു പ്രശ്നം ഹൃദയം തുറന്ന് ഞാൻ ചന്ദ്രശേഖരനോട് സംസാരിക്കുക. ഞാൻ കേരള ഗവൺമെൻറ് ചീഫ് വിപ്പാണ്, UDFൻ്റെ പ്രവർത്തകനാണ്. അതേസമയത്തിന് ACDF ആൻറ്റി കറപ്ഷൻ ഡെമോക്രാറ്റിക് ഫണ്ടിൻ്റെ ചെയർമാനാണ്. കേരള കോൺഗ്രസ് പാർട്ടി വൈസ് ചെയർമാനാണ്. എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പദവികളാണ്. അതെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി രൂപം കൊണ്ടാണ് ACDF. അതിൻ്റെ ചെയർമാനായി ഞാൻ ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയെയും ഇന്നലെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരം കണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി. ആ CD കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എന്ത് എന്ന് തീരുമാനിക്കുക അദ്ദേഹമാണ്. അവർ രണ്ടുപേർക്കും തീരുമാനിക്കും. വ്യക്തിപരമായാണോ തീരുമാനിക്കേണ്ടത്? അവരൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണോ തീരുമാനിക്കേണ്ടത്? അതോ പോലീസിന്റെ ചീഫിനെതിരെ ആരോപണവുമായി വന്നൊരു സാധനം എന്ന നിലയ്ക്ക് ആരാണ് പിന്നെ അതിലൊരു അന്വേഷണം നടത്തേണ്ടത്? അങ്ങനെയല്ലേ? ഞാനതിന് നിഷ്പക്ഷമായ എൻ്റെ ഒരു അഭിപ്രായം പറയാം. അത് ഞാൻ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മധ്യത്തിൽ വെച്ചിരിക്കുകയാണ്. എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ സ്ഥാനങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാൻ ചില പ്രൊപ്പറേറ്ററിയുടെ പ്രശ്നമുണ്ട്. UDFൻ്റെ ഒരു ചീഫ് വിപ്പ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരതിരുണ്ട്, ലക്ഷ്മണരേഖയുണ്ട്. ഞാൻ ആ ലക്ഷ്മണരേഖയിലാണ് നിൽക്കുന്നത്. ആ രേഖയിൽ നിന്ന് മുൻപോട്ട് ചാടുകയോ പുറകോട്ട് ചാടുകയോ ചെയ്യാം. എനിക്ക് രണ്ടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയോട് നീതി പുലർത്താൻ ബാധ്യസ്ഥനാണ്. അതേ സമയത്ത് തന്നെ അഴിമതിക്കെതിരെ പോരാട്ടത്തിന് ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് വലിയ മാനസിക സംഘർഷമാണ് എനിക്ക്. എൻ്റെ മുമ്പിൽ ഉള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പാവപ്പെട്ട മനസ്സിലാക്കണം ചന്ദ്രശേഖരൻ്റെ വേദന മനസ്സിലാക്കണം. എൻ്റെ മനസ്സിൻ്റെ വേദന വലുതാണ്. ഒരു പാവപ്പെട്ട ഗേറ്റ് കീപ്പർ മറ്റൊരു ജോലിയും കിട്ടായിട്ടാണ് ഗേറ്റ് കീപ്പർ പണിക്ക് പോകുന്നത് മനസ്സിലാക്കണം. കാരണം രാത്രി ജീവിതമില്ല, കുടുംബമില്ല, രാത്രി ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു പാവപ്പെട്ടവനെ 10-15 കൊല്ലം കൊണ്ട് കോടികൾ സമ്പാദിച്ച ഒരു റാസ്കൽ അവനും ഭാര്യയും ചേർന്നുകൊണ്ട് ഇടിച്ചും ചവിട്ടിയും കൊല്ലുക. ആ കൊന്നവന് കൂട്ടു നിൽക്കാൻ ഈ രാജ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ നിൽക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അനുവദിക്കില്ല. വാടിയ സമരം ഉണ്ടാവും. ആ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല. ആ കേസിൽ നിസാം എന്ന് പറയുന്ന റാസ്കൽ ശിക്ഷിക്കപ്പെടണം. പോരാ, ഇത് തൃശ്ശൂർ കേന്ദ്രമായി കുറച്ച് 10-12 വർഷമായി. ഞാനിത് പറയും മറ്റൊന്നും വിചാരിക്കരുത്. 10-12 വർഷമായിട്ടുള്ള ഒരു മാഫിയ സംഘമുണ്ട്. ഞാൻ വിശദമായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നത്, വെറുതെ പറയുകയല്ലേ. അവിടെ എനിക്ക് ചിരി വരുന്നത്, ഞാൻ കൊടുത്ത CDക്കകത്ത് കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന DGP ഒരു 4 മാസത്തിന് മുമ്പ് അല്ലെ കുറച്ച് നാൾ മുമ്പ് ഒരു വ്യക്തി, വൈദീശ്വരൻ, നിങ്ങളുടെ ഒരു റാസ്കലാവനും വൈദീശ്വരൻ, അവന് 2.5 കോടി രൂപ കളിപ്പിച്ചതിൻ്റെ പേരിൽ രാജീവ് എന്നോ അങ്ങനത്തെ പേരുള്ള ഒരാൾ കേസ് കൊടുത്ത് 2.5 കോടി രൂപ കൊടുക്കാൻ വിധി വന്നിരിക്കുക. ആ വിധി വേണ്ടെന്ന് വെച്ച് കോംപ്രമൈസ് എത്തിക്കണമെന്ന് ഈ സ്വാമിയെ DGP വിളിച്ച് തൃശ്ശൂർ
കമ്മീഷനോട് പറയുക. അപ്പോൾ ആ സാധനത്തിന് എന്താ കുഴപ്പം? ആ വൈദീശ്വരൻ എന്ന് പറയുന്നയാൾ കഴിഞ്ഞ ഫെബ്രുവരി 28 നമ്മുടെ കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫയല് DGP ഒപ്പിടുമ്പോൾ ഹി വാസ് പ്രസൻറ്റ് ദയർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ CD-ക്കകത്ത് കൂടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ വ്യക്തമായിട്ട് കമ്മീഷണർ പറയുകയാണ്, കമ്മീഷണർ നമ്മുടെ കൃഷ്ണമൂർത്തിയോട് ചോദിക്കുക, സർ കമ്മീഷണർ പറഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചത് നടക്കാതെ പോയിട്ടില്ലേ സാർ, ഞാൻ എൻ്റെ കുറ്റമാണോ എന്ന് ചോദിക്കുക. ഉടനെ കൃഷ്ണമൂർത്തി പറഞ്ഞു, പക്ഷേ അവൻ കുഴപ്പമാണെന്ന് എനിക്കറിയാം, ഞാനതുകൊണ്ട് അവൻ്റെ ഒരു പറയാത്തത്, അവനെ എൻ്റെ മുറി കയറ്റുകയല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലാക്കാം. എന്നിട്ടോ ഇത് ഇയാളെ സസ്പെൻഡും ഈ IG-യും ADGP-യും ഫയൽ എഴുതിയത് ഈ കമ്മീഷണർ, സിറ്റി കമ്മീഷണറെ സ്ഥലം മാറ്റാനേ അന്നേരം നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് ഉദ്ദേശമുള്ളൂ. കാരണം അതും അതിനകത്ത് CD വരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിനെ നേരിട്ട് കമ്മീഷൻ വിളിച്ച് തനിക്ക് എങ്ങോട്ട് പോകണം, ഇടുക്കി തരട്ടെ, മാണി സാർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴല്ല. അപ്പോൾ കമ്മീഷൻ പറഞ്ഞു വേണ്ട, എനിക്ക് പത്തനംതിട്ട മതി. പത്തനംതിട്ടയ്ക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ പത്തനംതിട്ട കൊടുക്കാമെന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ വളരെ ക്ലിയറാണ്, ആഭ്യന്തരമന്ത്രിയുടെ വളരെ അടുപ്പമുള്ള ആളാണ് കമ്മീഷണർ. ആ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റ് ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ വികാരപ്രകടനമാണ് DGP സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരു മടിയും കൂടാതെ ആഭ്യന്തരമന്ത്രി സസ്പെൻഷൻ ഓർഡർ ഇട്ട് അല്ലെങ്കിൽ ഇടുകയില്ല. കാരണം ഒരു IPS ഉദ്യോഗസ്ഥന് സസ്പെൻഡ് ചെയ്യാനുള്ള കേസ് അതിനകത്തില്ല. പക്ഷേ സസ്പെൻഡ് ചെയ്തൊക്കെ അവരുടെ കാര്യം ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ എനിക്ക് അതിനകത്ത് ദുഃഖം എന്താണെന്ന് വെച്ചാൽ, ഈ DGP-യുടെ മുമ്പിൽ ഈ ഫ്രോഡ് വൈത്തീശ്വരൻ അയാൾ ഇരിക്കുമ്പോഴാണ് സസ്പെൻഷന് വേണ്ടി അയാൾ ഒപ്പിടുന്നത്. അതും നമ്മുടെ കൃഷ്ണമൂർത്തി സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞിരിക്കുക. എന്നിട്ടും നമ്മുടെ സ്വാമി എന്ന DGP തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ആരും കരുതുന്നെങ്കിൽ എനിക്ക് കുറ്റം പറയാനില്ല. അവരുടെ മനസ്സ്, മനുഷ്യ നിൻ്റെ മനസ്സ്. പക്ഷേ കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ അത് മോശമാകും. എനിക്ക് ഈ DGP-യുടെ സ്വഭാവം അനുസരിച്ച് ലീവിൽ പോവില്ല എന്നറിയാം. എനിക്കറിയാം സ്വഭാവം. കാരണം തമിഴ്നാട് ജയലളിതയുടെ സംഘമുണ്ട്, ആ സംഘത്തിലെ അംഗമാണ് DGP. ഇതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഗുരുതരമായ കാര്യമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? വർഷങ്ങളായി തമിഴ്നാട്ടിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ നമ്മുടെ കർപ്പൂരം, തേങ്ങ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദനം, ഇത് കൊടുക്കുന്നതിൻ്റെ ഈ ഹോൾസെയിൽ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഉടമയാണ് ഈ DGP എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയുണ്ട് ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ളത്, എല്ലാം ഒന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഈ DGP ഇനി അവിടെ ഇരിക്കുന്നത് ശരിയല്ല. പക്ഷെ താങ്കൾ ഇത് ആർക്ക് കൊടുത്തുവോ ആ രാഷ്ട്രീയ നേതൃത്വം PC ജോർജിനെ തള്ളുകയും DGP-യെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന് വ്യത്യാസമുണ്ട്. ചന്ദ്രശേഖരം, ഈ DGP എന്ന് പറയുന്ന ആൾ എല്ലാവരും കാണുമ്പോഴും സ്തുതിയില്ലെന്നയാളാണ്. ഏത് MLA കണ്ടാലും കൈ കുപ്പി സ്തുതിയില്ലും. PC ജോർജ് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്. എന്നെയും സ്തുതിയിലുണ്ട്. എനിക്ക് സ്തുതി ഇഷ്ടമില്ല. സ്തുതി എന്ന് പറയുന്നത് കളിപ്പീര. അമിതമായ എളിമ കാണിക്കുന്നവനെ വിശ്വസിക്കാൻ പോലില്ല. താങ്കൾക്ക് മുമ്പിൽ പല ചോയ്സസ് എല്ലാവർക്കും മുമ്പിലും എല്ലാ ഘട്ടത്തിലും ഉണ്ട് എന്നതുപോലെ വ്യക്തിപരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ പിൻബലത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. പറയാം. അല്ലെങ്കിൽ സംസാരിച്ചു വിത്ത് പാർട്ടി ചെയർമാൻ പെർമിഷൻ. ഞാൻ പത്രസമ്മേളനം നടത്തി ഇക്കാര്യമായി മുന്നോട്ട് പോകാൻ പാർട്ടി ചെയർമാൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. താങ്കൾ ഇത്തരത്തിൽ CD മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് മുമ്പ്, അത് പബ്ലിസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ ചെയർമാൻ്റെ അംഗീകാരം തേടിയിരുന്നോ? ഇല്ല. ഞാൻ CD മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞാണ് മാണി സാറിനെ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ രാത്രി പാതിരായല്ലോ, അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കാര്യം നീക്കത്തിൽ ഒരു പിഴവ് പറ്റിയെന്നെങ്കിലും മാണി സാർ മാണി സാർ മാത്രമല്ല, മാണി സാറും 2 MLA-മാർ, നമ്മുടെ റോഷി അഗസ്റ്റ് MLA, നമ്മുടെ കാഞ്ഞിരപ്പള്ളി MLA ജയരാജ്, ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നപ്പോൾ മാണി സാർ പറഞ്ഞു യു ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അനുവാദത്തിന് ശേഷമാണ് 4 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തി. താങ്കൾ കൊടുത്ത CD-യിൽ നടപടിയില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ആദ്യം തന്നെ മരണമൊഴി എടുത്തില്ല. ആ മരിച്ചുപോയ ചന്ദ്രബോസിൻ്റെ പരിക്ക് പറ്റിയപ്പോഴത്തെ വസ്ത്രം
പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ കാര്യമില്ല. അല്ല, അപ്പോഴത്തെ വസ്ത്രം, തെളിവ് ആ അത് വസ്ത്രം അത് നശിപ്പിച്ചു കളഞ്ഞു. ചന്ദ്രശേഖരൻ, അതിന്റെ വസ്ത്രത്തിന് പ്രത്യേകത എന്നറിയോ? ആ, യവന്റെ ഷൂ ഇട്ട് ചവിട്ടിയിട്ട് ഷൂവിന്റെ അതെ, പാട്, അതെ. രക്തം, ആ, ഇവൻ വണ്ടി ഇടിപ്പിച്ചു. വണ്ടിയുടെ വണ്ടിയുടെ ടയർ, പാട് എല്ലാം കാണും. ആ തെളിവായിരുന്നു വണ്ടിയുടെ അത്. ടയർ എന്ന് പറഞ്ഞാൽ ലോകത്ത് കിട്ടുന്ന ടയറല്ല, അവന്റെ വണ്ടിയുടെ മാത്രം ടയറാണ്. ആണ്, സംസാരിക്കുന്ന തെളിവായിരുന്നു. അത് നശിപ്പിച്ചു കളഞ്ഞു. അത് നശിപ്പിച്ചു കളഞ്ഞു. മരണമൊഴി എടുത്തില്ല. അതുപോലെ തന്നെ ആ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം ഉദയഭാനുവിനെ സ്പെഷ്യൽ അഭിഭാഷകനായിട്ട്, പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കാം എന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടില്ല. ഒട്ടേറെ ഇത്തരം ആരോപണ വിധേയമായ നടപടികളിൽ ഒരു പരമ്പര മാത്രമാണ് ഈ CD-യിൽ നടപടിയെടുക്കുന്നില്ല എന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാം? ഞാൻ പറയാം. ഇപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞ മുഴുവൻ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതിലും വലിയ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആൾ ബർമുഡായി ഇട്ടുകൊണ്ട്, ഈ റാസ്കലും ബർമുഡായി ഇട്ടുകൊണ്ട് ഫോൺ ചെയ്യുന്നത് സുഹാസിന് പോകുന്ന ഭാഗം എല്ലാ ചാനലും നിങ്ങൾ ഉൾപ്പെടെ കാണിച്ചില്ലേ? അവനാണ് ഇപ്പോഴും കേസ് അറിയുന്നത്. എങ്ങനെ ഈ കേസ് രക്ഷപ്പെടും? ഇപ്പോൾ വികാരപരമായി വൈകാരികമായ ഒരു കേസ് എന്നല്ല ജഡ്ജിമാരും കോടതിയും വക്കീലന്മാരും ജനങ്ങളുടെ മുമ്പിലെത്തി. അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഇവന് തൂക്കുകയർ കൊടുക്കണ്ടേ? കയർ കൊടുക്കേണ്ടവനല്ലേ? കയർ കൊടുത്ത്, പക്ഷെ തൂക്കാൻ വിധിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കയർ കൊടുത്ത് ഇവനെ 6 കൊല്ലം വിടണം. എങ്കിലേ അവൻ നീറി മരിക്കൂ. മേലിൽ ഇവനെ പോലുള്ള കശ്മലന്മാർ ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹം. അവൻ്റെ ഭാര്യയെ പ്രതിയാക്കിയിട്ടില്ല. ഒന്നാലോചിച്ച്. വേറൊന്ന്, കാപ്പ ചുമത്താൻ ആവശ്യപ്പെട്ട് റെക്കോർഡ് സമർപ്പിക്കാൻ പോയ സസ്പെൻഷനിൽ ഇരിക്കുന്ന കമ്മീഷണർ കത്ത് കൊടുത്തു CIക്ക്. ആ കത്തിന്റെ കോപ്പി എന്റെ ഇരിപ്പേണ്ടതല്ല, അതിന്റെയൊക്കെ തുടർച്ചയാണ് ഇതും. ആ കത്തിന്റെ കോപ്പി DGPക്ക് കൊടുത്തു. എന്നിട്ട് കാപ്പയുടെ റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. അവനെ സസ്പെൻഡ് ചെയ്യണ്ടേ? എനിക്ക് ജേക്കബ് ജോണിനുള്ള തർക്കം എന്നാണെന്നറിയോ? ഈ നിശാമുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു ഇന്ന ആളുകൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെന്നു. എന്തുകൊണ്ട് അവനെയൊക്കെ സസ്പെൻഡ് ചെയ്തില്ലേ? കമ്മീഷണറല്ലേ? അവൻ ചെയ്യേണ്ടതല്ലേ? എനിക്ക് കമ്മീഷണറുടെ തർക്കം അതാ. ഇവിടെ പലരും പറഞ്ഞാണ് കമ്മീഷണറെ രക്ഷിക്കുക. എനിക്ക് ഒരു പ്ലാനും ഇല്ല. എൻ്റെ മുമ്പിൽ ആ പാവപ്പെട്ട ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇനി മേലിൽ കേരളത്തിൽ ഇതുണ്ടാവരുത്. അതിന് എന്ത് സ്ഥാനം എൻ്റെ നഷ്ടപ്പെട്ടാലും ഞാൻ പുറകോട്ട് പോകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്രയും നടപടികളുടെ തുടർച്ചയായിട്ട് ഈ CD-യിലും നടപടിയില്ല എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുമ്പോൾ ജോർജിന്റെ ഈ പ്രതികരണം മതിയായതാണോ? മതിയായ പ്രതികരണം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം. ഞാനൊരു ഉദ്യോഗസ്ഥനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. ആ ഉദ്യോഗസ്ഥനിൽ നിന്ന് എനിക്ക് തെറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുക. അയാൾ പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. ഞാൻ രമേശ് ചെന്നിത്തലയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ നന്മയിലൊന്നും മോശം കാണുന്നില്ല. എന്നെ വിശ്വസിച്ചോളൂ. അവരെ ബോധ്യപ്പെടുത്തി ഞാൻ. എൻ്റെ ഇരിക്കുന്ന ഈ പോക്കറ്റ് മതി ഈ DGP കുഴപ്പക്കാരനാണ് തെളിയിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ നടപടി. അതാണ് അതിന് ശരി. ഞാൻ UDF ആണ്. UDF ചീഫ് വെപ്പ് എന്തായാലും ദാറ്റ് ഇസ് മൈ എൻ്റെ ഒരു ബാധ്യതയല്ലേ അത്? തീർച്ചയായും ഞാനത് ചെയ്യും. അത് മാത്രമല്ലെന്ന്, ഇവിടെ ഭരണ പ്രതിപക്ഷം വേണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതുമായി ഒരു തീരുമാനം ഉണ്ടാകണ്ടേ? ഇവിടെ ഒന്ന് ആലോചിക്കണം. ഈ DGPയുടെ, ഞാൻ കടത്തി പറയുന്നില്ല, ഈ DGPയുടെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു IG ഉണ്ട്. ആ കമ്മീഷണറെ മാറ്റിയിട്ടൊക്കെ വെച്ച കമ്മീഷണറെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യമാണ്, 307 കേസ് പ്രതിയായ ഒരുത്തനെ 5-8 ദിവസത്തേക്ക് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്തന്വേഷിക്കാൻ? തോക്ക് കണ്ടെടുക്കാനാണ്. തോക്കാണ് ഇവിടുത്തെ പ്രശ്നം. തോക്ക് വെടിവെച്ചിട്ടില്ലല്ലോ, അഭിനന്ദന തോക്ക്. ആ പെണ്ണുമ്പിള്ളയോട് തോക്കെടുക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയിരിക്കുക. തോക്കും ഈ കേസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന അച്ചടക്കമുള്ള ഒരു നേതാവിൻ്റെ വഴിയാണ് ആ മുന്നണിയുടെ മേധാവികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുക എന്ന്. സമാന്തരമായി വേറെയും വഴികളുണ്ട്. കോടതിയെ സമീപിക്കുക, അതൊരു വഴിയാണ്. അത്തരത്തിലുള്ള സാധ്യതകൾ ആരായേണ്ട സാഹചര്യം ആയിട്ടുണ്ടോ ഈ കേസിൽ? എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ കോടതിയെ സമീപിക്കുന്നതും തെറ്റാണ്, പ്രൊപ്രൈറ്റി അല്ല. കാരണം ഈ ഗവൺമെൻറ് ചീഫ് വിപ്പായി ഞാൻ ഒരു നീതി കിട്ടാൻ വേണ്ടി കോടതി പോകാമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഇവരിൽ നിന്ന് തന്നെ നീതി നടപ്പാക്കാവുന്ന ഞാൻ നോക്കും, യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടിയിൽ നിന്നും രമേശ് ചെന്നിത്തല ഉണ്ടാവണമല്ലോ. UDF ഞാനിത് പറയും. എങ്കിൽ പിന്നെ PC ജോർജ്, ഒരു വലിയ ചോദ്യങ്ങളുടെ ചോദ്യം ഉയരുന്നു. അവർക്ക് നേരിട്ട് CD കൊടുക്കുകയും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പോരായിരുന്നു? എന്തുകൊണ്ട് മാധ്യമങ്ങളിലേക്ക് വന്നു? എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരേണ്ടി വന്നു? അവരിൽ എന്തോ വിശ്വാസക്കുറവ് PC ജോർജിനുണ്ട് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവല്ലേ അത്?
ചന്ദ്രശേഖരൻ പറഞ്ഞതിന് ഞാൻ തീരെ തള്ളിക്കളഞ്ഞ് തെറ്റിദ്ധരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, തീരെ തള്ളിക്കളയുന്നില്ല. കളയുന്ന കരുതരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 2.25 മണി വരെ ഇരുന്ന് രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു ഇത് വലിയ കാര്യമുണ്ടോ PC, അത് സ്വാമി എന്ന് പറഞ്ഞോളൂ, സ്വാമി ഈളാന്നുള്ള തെളിവ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനസികതയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതി വന്നു. ഇതെന്ത് ചെയ്യണം, ഇത് മാധ്യമങ്ങൾ മുഴുവൻ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, ഇത് കൊടുത്തൊരു പ്രശ്നമാക്കണോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു മനപ്രയാസത്തെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ കോൾ. ഞാൻ വിളിച്ചല്ല, എന്നെ വിളിച്ചതാണ്. ആർക്കോട് ചോദിച്ചോളൂ, ആർക്കെ വിളിച്ചു. അപ്പോൾ ഞാൻ മുറിയിലായിരുന്നു, സ്റ്റാഫ് വന്ന് പറഞ്ഞു, നമ്മുടെ PM എന്ന് പറഞ്ഞ് ആർക്കെ വിളിച്ചു. ഞാൻ തിരിച്ച് ആർക്കെ വിളിച്ചു. മുഖ്യമന്ത്രി പറയട്ടെ അത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചേട്ടാ ചേട്ടാ വിശേഷം PC അത് ഇങ്ങനെ ഇത്ര ആയ സ്ഥിതിക്ക് നമ്മൾക്കത് എങ്ങനെ ഒന്നൊന്ന്, ഞാൻ ചേട്ടാ ഇത് എന്ത് ചെയ്യണം ചേട്ടൻ പറ, ഇത് ജനങ്ങൾ മുഴുവൻ പത്രക്കാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു, ഞാൻ എത്ര ഒളിച്ചു വെച്ചാലും പറ്റിയല്ല. അത് തന്നെയല്ല ഞാൻ ചേട്ടന് തന്ന റെക്കോർഡ് വേറെ ഒരിടത്തും കൊടുത്തില്ല, അതുപോലും ഇന്ന് പുറത്ത് വന്ന സാഹചര്യം ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ടില്ലെന്ന് ഉറപ്പാണെന്ന്. ഞാൻ ചേട്ടാ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യ്, 1-2 മാധ്യമങ്ങൾ എന്നൊരു തർക്കം ഉണ്ടാകാതെ പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാവർക്കും കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ നല്ല മനസ്സോട് പറഞ്ഞതാണ്. രണ്ടാമത് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഇത് പബ്ലിസൈസ് ചെയ്തത്. അതെ, മുഖ്യമന്ത്രി പറഞ്ഞ് കൊടുത്തോളാൻ പറഞ്ഞു. മുഖ്യമന്ത്രി മാത്രമല്ല, എന്തായിരുന്നു രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, രമേശ് ചെന്നിത്തലയെ. അപ്പോൾ അദ്ദേഹത്തെ കിട്ടില്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല തിരിച്ചു വിളിച്ചു. ആ PC ഒരു കാര്യം ചെയ്യും, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അത് പത്രക്കാർ കൊടുത്തേരെ, അങ്ങനെ അത് തീർക്കുക, അതാ നല്ലതെന്ന്. എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത്? അതായത് താങ്കളുടെ നേതാവ് KM മാണിക്കെതിരെ ഒരു ആരോപണവുമായി പ്രതിപക്ഷം ഒരു വലിയ സമരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കലായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ദേശം. തെറ്റ്, അങ്ങനെ പറയരുത്. ഇതിനെ എൻ്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യരുത്, ആത്മാർത്ഥയ്ക്കകത്ത് വെള്ളം ഒഴിക്കരുത്. തീർച്ചയായും ആത്മാർത്ഥയെ ചോദ്യം ചെയ്തത് ഞാൻ ജനങ്ങളുടെ മനസ്സിൽ ഉയരാവുന്ന സംശയങ്ങൾ ഉന്നയിക്കുക, അതെന്റെ ജോലിയാണ്. എന്നെ സംബന്ധിച്ച് ഒരു ജനവും അങ്ങനെ വിചാരിക്കാറ്. എനിക്ക് 100% ബോധ്യമുണ്ട്. ഞാൻ 100% സത്യസന്ധമായി പറഞ്ഞതായി. അല്ല പിന്നെ ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഹോം മിനിസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ പറയണോ? തീർച്ചയായും ഹോം മിനിസ്റ്റർ എന്നോട് പറഞ്ഞു പത്രക്കാർ കൊടുക്കാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ എൻ്റെ സൗകര്യം പോലെ കൊണ്ട് കൊടുക്കുകയായിരുന്നില്ല. ഞാൻ അതിനകത്ത് കാണിച്ചത് അവിടെ വെച്ച് ഞാൻ ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് സമർപ്പിച്ചു എന്ന് പറയാൻ കാരണം ഇനി ഇങ്ങനെ കാര്യമുണ്ടാ ജനം ഒരുമിച്ച് കൂടണം. ഇവനെ വിലങ്ങ് വെച്ചില്ല, ഈ ഇതുപോലെ ഒരു റാസ്കലിനെ വിലങ്ങ് വെക്കാതെ പോലീസുകാർ കൊണ്ടു നടക്കുക. അതൊക്കെ മാറാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ്, യാതൊരു സംശയമില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് MLA-മാർ ആ പാവം ചന്ദ്രബോസിൻ്റെ കുടുംബം ഉടൻ സന്ദർശിക്കുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ, കുടുംബത്തിന് ധൈര്യം പകരാൻ, അവർ ധൈര്യം പകരണ്ടേ, അതിനുവേണ്ടി പോകുന്നു. കുടുംബം അവരുടെ ദുരന്തത്തിലും കിട്ടാവുന്ന ധൈര്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. പോരാ, അവർ വളരെ കൃത്യമായ ചില അഭ്യർത്ഥനകളാണ് ഉന്നയിക്കുന്നത്. അതാണ് ആരും ചെവിക്കൊള്ളാതെ പോകുന്നത്. ഉദയഭാനുവിനെ പ്രോസിക്യൂട്ടർ ആക്കുക എന്നതുപോലുള്ള അഭ്യർത്ഥനകൾ. ഈ ഉദയഭാനുവിനെ അവർ വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അതിനും നല്ല വക്കീലിനെ വെക്കണമെന്ന് സ്റ്റാലിനെ എൻ്റെ ഒരു ചിന്ത. അതിപ്പോൾ അവർ പറയുന്ന വക്കീലത്തിൽ ഒക്കെയുള്ള ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് സഹായം ചെയ്യാവോ അത് മുഴുവൻ ചെയ്യും. അതിപ്പോൾ നല്ല വക്കീലിനെ വെക്കാൻ കാശ് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ കൊടുക്കാൻ തയ്യാറാണ്, പുറകോട്ടൊന്നുമില്ല. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കളിക്ക് നടപടി ഉണ്ടായേ പറ്റൂ. വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന നിയമസഭയിൽ ഈ പ്രശ്നം പലതരത്തിലും ഉയർന്നു വരാം. അവിടെ PC ജോർജ് എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും? അത് മുന്നണിയുടെ അച്ചടക്കത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആയിരിക്കുമോ? സത്യത്തിന് വില കൽപ്പിക്കുന്ന തീരുമാനം എനിക്ക് എടുക്കാൻ കഴിയും. ഇതൊക്കെ നീതിയായി കൈകാര്യം ചെയ്യുന്ന, ഇതൊക്കെ ന്യായമായി കൈകാര്യം ചെയ്യാവുന്ന മറ്റൊരു നേതൃസംഘം UDF-ന് അത് വിഭാവനം ചെയ്യേണ്ട ഘട്ടമായിട്ടില്ല. എന്താ കുഴപ്പം? UDF-ന് ഒരിക്കലും ഇതുപോലെ ചർച്ചകളില്ല ചന്ദ്രശേഖരൻ, ഞാൻ തുറന്നു പറയാം. UDF-ൽ ചർച്ചയില്ല. ഇല്ല. അവിടെ എന്താ പാവപ്പെട്ട നമ്മുടെ PP തങ്കച്ചൻ കണ്ടു, നല്ല മനുഷ്യൻ. ഇത് MP രാഘവൻ മുതൽ ഗൗരിയമ്മ വരെ പലരും പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമാണ്. പുള്ളി കേൾക്കുന്നു, അദ്ദേഹം ഒരു സ്വാഗതം പറയും, ആരെങ്കിലും വരിക അതും കൂടെ പറയും, അത് അദ്ദേഹം അല്ലാതെ അജണ്ട ഇന്ന കാര്യങ്ങളെന്ന് പറയും. അപ്പോൾ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറയും. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേൾക്കും, അത് കഴിഞ്ഞ് മാണി സാറ് കേൾക്കും. KPC പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറയും. പിന്നെ വേണേൽ എല്ലാവർക്കും എന്നും പറയാം, പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതല്ല, അവരെ ആരും ശ്രദ്ധിക്കാറില്ല, അവരെ കുറ്റം പെട്ട് കാര്യമില്ല. ഇതൊരു പെരുന്നാളാണെന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസിന് 10-12 പേര് വരും, കേരള കോൺഗ്രസ് എനിക്ക് ചിരി വരും. ലീഗിൻ്റെ വരും മാത്രം കറക്റ്റാണ്. ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മജീദ് സാഹിബും ടീം, പിന്നെ നമ്മുടെ ഇവർ 3 പേരാണ് വരുന്നത് സാറിന്. അല്ല അവരുടെ മന്ത്രിമാർ ആവശ്യമുണ്ടല്ലോ, അത് ഇവർ 3 വരാറുള്ളൂ.
മറ്റേ ഇവിടെ രസം അതല്ലെന്ന്. കേരള കോൺഗ്രസിന് ഞങ്ങൾ എത്രയും തരാം. മാണി സാറ് വരും, PJ വരും, പിന്നെ CF തോമസ് വരും, ഞാൻ വരും, ജോയ് എബ്രാഹിം വരും, പിന്നെ എന്നാ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വരും. ഫ്രാൻസിസ് ജോർജ് വരും. അത് 6 പേര്, 9 MLA മാരുള്ള പാർട്ടിയിൽ 6 അല്ല, അപ്പൊ ചർച്ചയുടെ ഒരു സംസ്കാരം, ജനാധിപത്യത്തിന്റെ ഒരു രീതി ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായമില്ലേ? ഉണ്ട്. പലരും പറയും, പക്ഷെ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു 3 പേര് മതി ഒരു അത് പാർട്ടി. നടക്കാതെ പോകുന്നതാണോ, അത് നടക്കാതിരിക്കൽ സൗകര്യമായിട്ട് ചിലരെങ്കിലും എടുക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇതൊരു ഒരു പല ആളുകൾക്ക് സൗകര്യമാണല്ലോ, ഇഷ്ടമുള്ളത് ചെയ്യാം. മനസ്സിലായില്ലേ? ആരും ചോദ്യം ചെയ്യാനില്ലല്ലോ. അങ്ങനെ ഒരു ലാഭക്കച്ചവടമാണോ ഇതൊന്നും എനിക്ക് സംശയമുണ്ട്. ആര് മുൻകൈ എടുത്താൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും? അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കണം. എനിക്ക് രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം വഹിക്കേണ്ട ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും മാണി സാറുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇവർ 3 പേരും കൂടെ തീരുമാനമെടുക്കണം. അതിനകത്ത് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ആൾ നമ്മുടെ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം അഭിപ്രായം പറയുന്ന ആളായിരുന്നു KPC പ്രസിഡൻ്റായത്. ഇപ്പം അങ്ങേരും മിണ്ടാതായി. അപ്പോൾ ഈനും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം. എന്തായാലും ഗുരുതരമായ ഒരു പ്രശ്നം താങ്കൾ ഉന്നയിച്ചു. താങ്കൾ അതിന് ഇവരിൽ നിന്ന് തന്നെ അവരെ ബോധ്യപ്പെടുത്തി നടപടി ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്. അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയം അത് താങ്കൾ എത്ര കാണുന്നു? എത്ര നാളുകൾക്കുള്ളിൽ ഇതിൽ വളരെ സ്പീഡിൽ വളരെ വേഗം ഞാൻ ജോലി ചെയ്യും. എനിക്ക് എൻ്റെ വിശ്വാസം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ നടപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ നടപടി ജനങ്ങളുടെ ആവശ്യമാണ്, എൻ്റെ സ്വന്തം ആവശ്യമല്ലല്ലോ. അവർ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണെങ്കിലോ? അവർ ഉറക്കം നടക്കുകയാണെങ്കിൽ തട്ടി ഉണർത്താനുള്ള ജോലിയാണ് ഞാൻ ചെയ്യുക. ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റില്ല, തട്ടിയാലും എന്നാണ് നമ്മുടെ വിശ്വാസവും ചൊല്ലും. ഞാനത് കയ്യെ പിടിച്ച് പിരിച്ചൊക്കെ എങ്ങനെയെങ്കിലും ബോധം വരുത്തിക്കണം. അതിനുള്ള കരുത്ത് നേരത്തെ പറഞ്ഞ പരിമിതികൾ ഉണ്ടെങ്കിലും മുന്നണിയുടെ മര്യാദകൾ പാലിക്കേണ്ടതുണ്ടെങ്കിലും PC ജോർജിനുണ്ട്. യാതൊരു സംശയം. മുന്നണിയുടെ മര്യാദ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാറിയിരിക്കുമെന്ന് എനിക്ക് സംശയമില്ല. ഇത് ഒരു വെല്ലുവിളിയാണ്. കാരണം ഒന്നും മനസ്സിലാക്കണം, ഈ സംഭവം നടന്ന് 2ാമത്തെ ദിവസം മുഖ്യമന്ത്രി അവിടെ ചെന്ന് കരഞ്ഞ മനുഷ്യനാണ്, അറിയാവോ? അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വേദനിച്ചു. ആ യാത്ര പോലും ഇപ്പോ ദുരൂഹതയുടെ നിഴലിലായി. ഈ കശ്മലന്മാർ കുറയണം. കാരണം അദ്ദേഹം ആത്മാർത്ഥമായി ചെയ്ത യാത്ര പോലും ദുരൂഹതയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന നിലയുണ്ടായിരിക്കുക. അതിൽ നിന്ന് പുറത്തു വരേണ്ടത് PC ജോർജിന്റെ എന്നതിനേക്കാളേറെ ഉമ്മൻചാണ്ടിയുടെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല ഇത്. ഈ മുന്നണിയെ രക്ഷിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു സംശയം വേണ്ട. ഈ വിഷയത്തിൽ മുന്നണിയുടെ ആ ആത്മാർത്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതാണ് പ്രശ്നം. മുന്നണിയെ രക്ഷിക്കാനുള്ള PC ജോർജിന്റെ സാഹസികമായ ഈ ദൗത്യത്തിന് ഒരു പൂർണ്ണത ഉണ്ടായി കാണാൻ ഞങ്ങൾ എത്ര ദിവസം കാത്തിരിക്കണം? ഞാൻ ദിവസം മണിക്കൂറൊന്നും ഞാൻ പറയുന്നില്ല. വളരെ വേഗം, വളരെ 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 വേഗം കേസ് ചാർജ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അത്രേ ഉള്ളൂ. ഏതായാലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.